സുവർണ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വാഹനം നിർത്തിയ ശേഷം അല്പം നടക്കാനുണ്ട്. വഴിയുടെ ഇരുവശവും നിറയെ പലതരത്തിലുള്ള കടകളാണ്. ക്ഷേത്രത്തിൽ നിന്നും വരുന്നവരുടെയും അങ്ങോട്ട് പോകുന്നവരുടെയും ശബ്ദം കൊണ്ട് മുഖരിതമാണ് എല്ലായിടവും. എന്നിരുന്നാലും ക്ഷേത്രത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ഭക്തിസാന്ദ്രമായ സംഗീതം ഒരു സുഖമുള്ള കുളിരായി നമ്മെ തഴുകി കടന്നുപോകുന്നു. പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്താണ് സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സിഖ് വിശ്വാസപ്രകാരം ഇവിടേക്ക് വരുന്ന എല്ലാവരും തലമറയ്ക്കണമെന്ന് കരുതുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ പാദരക്ഷകൾ ഊരിവെക്കേണ്ടതുണ്ട്. അവയെല്ലാം തന്നെ സൗജന്യമായി സൂക്ഷിക്കാൻ അവിടെ സംവിധാനവുമുണ്ട്. സിഖ് മതം വളരെ ശക്തമായൊരു മതമാണ്. എന്നാൽ എല്ലാ വിഭാഗം ആളുകൾക്കും ദർശനം നടത്താവുന്ന ഒരു പുണ്യസ്ഥലമാണ് സുവർണക്ഷേത്രം. ഇവിടെ വരുന്ന ഒരുവിധം എല്ലാവർക്കും സൗജന്യമായി തന്നെ ഭക്ഷണം നൽകുന്നുണ്ട്. ഏകദേശം 20,000-ഓളം പേർ ഇവിടെ നിന്ന് ദിവസവും ഭക്ഷണം കഴിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. ദിവസം തോറും ഏകദേശം 1,00,000-നും 1,50,000-നും ഇടയ്ക്ക് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നതായിട്ടാണ് കരുതുന്നത്. എത്രയോ പ്രാവശ്യം ശത്രുക്കളാൽ ഈ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും ശക്തമായി തന്നെ അത് പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. 1984-ലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. സൈന്യത്തിൻ്റെ വെടിയുണ്ടകൾ പതിച്ച ചുമരുകൾ അവിടെ കാണാൻ കഴിഞ്ഞു. കാലം ചെല്ലുന്തോറും പുതിയ കാലത്തിൻ്റെ ദൃശ്യഭംഗിക്ക് വേണ്ടി ദീപാലങ്കാരങ്ങൾ മെച്ചപ്പെടുത്തുന്നുമുണ്ട്. ഇവിടെ കുടുംബമായി എത്തുന്ന പലരും ഏറെ നേരം അവിടെ ചെലവഴിച്ചാണ് തിരിച്ചു പോകുന്നത്. രാത്രിയിൽ ക്ഷേത്രത്തിന് നല്ല ദൃശ്യഭംഗിയാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കുളത്തിൽ ദീപാലങ്കൃതമായ ക്ഷേത്ര ദൃശ്യം വല്ലാത്തൊരു സുഖമുള്ള കാഴ്ചയാണ്. വീണ്ടും വീണ്ടും വരാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് അമൃത്സറിലെ സുവർണക്ഷേത്രം. അല്പം വിഷമത്തോടെ വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ സുവർണക്ഷേത്രത്തോട് വിട പറഞ്ഞു.